നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തൃശൂരിൽ റീഇലക്ഷൻ നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലോക്സഭാ മണ്ഡലത്തിൽ 60,000-ഓളം വ്യാജ വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമെന്നും വി ശിവൻകുട്ടി. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ വ്യാപകമെന്ന ആരോപണവുമായി BJPയും രംഗത്ത്. പൈങ്കുളത്ത് ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഒളിവിൽ പോയ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ജാമ്യത്തിലിറങ്ങി ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പീഡനക്കേസ് പ്രതി ബാലകൃഷ്ണൻ. പ്രതി ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ചത് ഇന്നു രാവിലെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ KSSBU. 2024 മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ യൂണിയൻ ധർണ. ഇന്ന് ലോക ഗജദിനം. ആനക്കാഴ്ചയുടെ തലയെടുപ്പുമായി ഗുരുവായൂർ പുന്നത്തൂർ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാട്ടിലുള്ളത് 36 ആനകൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂരിൽ റീഇലക്ഷൻ നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലോക്സഭാ മണ്ഡലത്തിൽ 60,000-ഓളം വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഇത്രയേറെ മറിമായം വേറെ എവിടെയും കണ്ടിട്ടില്ല. വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിരുന്നതായും വി ശിവൻകുട്ടി പറഞ്ഞു. സുരേഷ് ഗോപി പോലെ അപ്പൊ അങ്ങനെ മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞില്ല, 30,000-നും 60,000-നും ഇടയ്ക്കുള്ള വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അധികമാരാണ് 30,000-നും 60,000-നും എന്റെ വോട്ടേഴ്സിൽ വന്നിട്ടുള്ളത്. ചിത്ര വോട്ടേഴ്സിലുള്ള മലബാരവും കള്ളത്തരവും ഇതുവരെ കേരളം കണ്ടി ഇത്ര സൃഷ്ടികെടുക്കാൻ സുരേഷ് ഗോപി ക്ഷീണിച്ച് അതൊക്കെ നാണമില്ലേ? കള്ളവോട്ട് വ്യക്തി ഇതിലൂടെ കള്ളവോട്ട് ചേർക്കുക, ആക്രമണം ശ്രമിക്കുകയും ആളുകളൊക്കെ ആവശ്യമില്ല. കള്ളവോട്ട് ചേർച്ച വോട്ട് വ്യാജമായി വോട്ടേഴ്സ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര ഭരണാധികാരികളുടെ മാലാഖ്യം മാറ്റിക്കൊണ്ട് വോട്ടേഴ്സ് തയ്യാറാക്കി അധികാരത്തിൽ വരുന്ന നയമാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. യഥാർത്ഥ തെരഞ്ഞെടുപ്പിലൂടെ അറിയാത്ത വലിയ ഗവൺമെന്റ് അല്ല കേന്ദ്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി BJP വൻതോതിൽ പണം മുടക്കുന്നുണ്ട്. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ നടത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലും സുരേഷ് ഗോപി മോഡലുണ്ടെന്ന് ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ വ്യാപകമെന്ന് BJP. കുട്ടനെല്ലൂർ 17-ാം ഡിവിഷനിൽ മാത്രം 400-ലേറെ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ഒരു വീട്ടു നമ്പറിൽ 108 വോട്ടുകൾ വരെ ചേർത്തിട്ടുണ്ടെന്ന് BJP ആരോപിക്കുന്നു. കോർപ്പറേഷനിലെ 27-ാം ഡിവിഷനും നിലവിലെ 17-ാം ഡിവിഷനായി മാറിയ കുട്ടനെല്ലൂരിലെ കൗൺസിലറുമായ CPM നേതാവ് ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ടുണ്ട്. 27/120 വീട്ടു നമ്പറിൽ കുട്ടനെല്ലൂരും 27/1740 വീട്ടു നമ്പറിൽ ചേലാട്ടുകരയിലുമാണ് വോട്ട്. നിലവിൽ താമസിക്കുന്നത് പുത്തൂർ പഞ്ചായത്തിലെ 22-ാം വാർഡിലുള്ള ഗ്രീൻ പാർക്കിലാണ്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. 27/1165-ൽ 39 വോട്ടർമാരെ ചേർത്തെന്നും 27/880-ൽ 108 വോട്ടർമാരെ ചേർത്തെന്നും മിക്ക വാർഡുകളിലും വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. ഈ കുട്ടനെല്ലൂർ 17-ാം ഡിവിഷനിൽ നിലവിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ഏകദേശം 400 വോട്ടോളം, അതായത് ഒരു വീട്ടു നമ്പറിൽ തന്നെ 108 വോട്ട് വരെ ചേർത്തതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ പല വീട്ടു നമ്പറിലും അതുപോലെ തന്നെ 34 വോട്ട്, 38 വോട്ട്, 28 വോട്ട്, അങ്ങനെ മാക്സിമം 108 വോട്ട് വരെ ചേർത്തതായിട്ടാണ് വ്യാപകമായി ഒരു വീട്ടു നമ്പറിലാണ് ഇത്രയ്ക്കും വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൈങ്കുളത്തെ ജാമ്യത്തിലിറങ്ങിയ പീഡനക്കേസിലെ പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഭവത്തിന് ശേഷം
രക്ഷപ്പെട്ട പ്രതി ബാലകൃഷ്ണൻ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി. പൈങ്കുളം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മനക്കത്തൊടി വീട്ടിൽ 50 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയാണ് സംഭവം. പീഡനക്കേസിലെ പ്രതിയായ ബാലകൃഷ്ണനാണ് ഉണ്ണികൃഷ്ണനെ ആക്രമിച്ചത്. വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ അടുത്ത വീട്ടിൽ അഭയം തേടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. ചെറുതുരുത്തി പോലീസ് ഉടൻ സ്ഥലത്തെത്തി. അക്രമത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ബാലകൃഷ്ണനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 2024 ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് KSSBU ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലങ്ങളിൽ പ്രകടനവും ധർണയും നടത്തി. KSSBU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുളപ്പുള്ളിയിലായിരുന്നു പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. 2024 ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ അനുവദിക്കുക, അനുവദിച്ച ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശ്ശിക നൽകുക, 1 മാസത്തെ പെൻഷന് തുല്യമായ തുക ഉത്സവഭത്തയായി അനുവദിക്കുക തുടങ്ങി 13 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSBU ആഭിമുഖ്യത്തിൽ വ്യാപകമായി പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. KSSBU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ കുളപ്പുള്ളിയിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പ്ലാൻ ഫണ്ട് പദ്ധതി വിഹിതം ഈ കാലത്തിനിടയ്ക്ക് എവിടെയും നിന്നിട്ട്. അപ്പോൾ ഏറ്റവും നല്ല മികച്ച ധനകാര്യ മാനേജ്മെന്റാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇത് പിടിച്ചെടുക്കാൻ കഴിയും. വളരെ സസൂക്ഷ്മം ജനങ്ങളിലേക്ക് എത്തേണ്ട പണം എത്തിക്കുക, അതിന് കേന്ദ്ര ഗവൺമെൻറ് തരാത്തതൊരു തടസ്സം ആകാതെ വേണ്ടത് എത്തിക്കുക. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ, കേന്ദ്രമന്ത്രി സീതാരാമയെ കാണാനായിട്ട് പോയിട്ട് കണ്ടു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. ഏതാണ്ട് 11,000 ചില്ലാൻ കോടി രൂപയുടെ. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് K ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ പ്രഭാഷണം നടത്തി. K ശങ്കരൻ, P ഗംഗാധരൻ, ES കൃഷ്ണൻ, ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, ഗോപിനാഥൻ, സുരേഷ്, അജയകുമാർ, MC ശങ്കരൻ, TM സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSBU പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം R ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ പെൻഷനും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ക്ഷാമബത്ത കുടിശ്ശിക തടഞ്ഞുവെക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയും അംഗീകരിക്കാനാകില്ലെന്ന് R ഉണ്ണിത്താൻ പറഞ്ഞു. ഇവിടെ വന്നാൽ അത് ഗവൺമെന്റ് തീരുമാനിക്കുമെന്നും അതിൽ കൊടുക്കണം, ആർക്ക് എപ്പോ കൊടുക്കണം എന്നുള്ളതൊക്കെ, അല്ലാതെ നിലവിലുള്ളവർക്കെല്ലാം കൊടുക്കുക എന്നുള്ള വ്യവസ്ഥ മാറും. അങ്ങനെ പലതും എടുക്കുന്ന തീരുമാനം ചോദ്യം ചെയ്യാൻ കഴിയാത്തതാണ് സർക്കാർ തീരുമാനം. അതിന് കോടതിയോ ഭരണഘടനയോ പറഞ്ഞ് അത് എതിർക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നത്. ആ ബില്ല് വന്നപ്പോൾ അതിനടുത്ത ദിവസം തന്നെയാണ് നമ്മളിവിടെ ധർണാ സമരവും നടത്തിയത്. അങ്ങനെ ഒരുപടി ഇത് നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വെച്ച ഡിമാൻഡ് മിക്കവാറും ഇവിടെ വിശദീകരിച്ചല്ലോ. അതിൽ DA കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, 20 വർഷം ജോലി ചെയ്തവർക്ക് മുഴുവൻ പെൻഷനും 70 കഴിഞ്ഞവർക്ക് അധിക പെൻഷനും അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. H ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ദണ്ഡപാണി, VR രാജൻ, K രേണുകാദേവി, B വിജയൻ, PG മോഹൻകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SMF SYS മണ്ണൂർ പഞ്ചായത്ത് സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചു. സുന്നി മഹല്ല ഫെഡറേഷൻ ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറി PMA ജലീൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാരണം 9:30 മൗലിദ് പാരായണമായി മിലാദ് മാസത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മൗലിദ് പാരായണം ആരംഭിക്കും. 9:30 തന്നെ ആരംഭിക്കും. 9:30 നമ്മുടെ മേഖലയിലെ 40-ലധികം വരുന്ന ഇമാമുമാർ പങ്കെടുത്തുകൊണ്ട് ഈ അവരെ നേതൃത്വത്തിൽ ഈ മൗലിദ് പാരായണം മീലാദ് ക്യാമ്പയിൻ്റെ ആരംഭം. 9:30 ആരംഭിച്ച് അരമണിക്കൂറിലൂടെ നമ്മുടെ സ്റ്റേറ്റ് നേതാക്കന്മാർക്ക്
എല്ലാ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ ബാവതി ഉസ്താദ്, ഷാഫി ഹാജി, അതുപോലെ തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ട് പോലുള്ള എല്ലാ നേതാക്കന്മാരും മഹാനായ പാണക്കാട് ശ്രീ റഷീദ് അലി ക്ഷേത്രങ്ങളാണ് അതിൻ്റെ ഔപചാരികമായി. പി കെ മുത്തലിബ് മൗലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി യൂസഫ് പത്തിരിപ്പാല മുഖ്യപ്രഭാഷണം നടത്തി. പി എ കബീർ മുസ്ലിയാർ, കെ പി മൊയ്തീൻകുട്ടി, ഇസ്മായിൽ, കെ എസ് സുലൈമാൻ, കെ ഹംസ, എ ഷാഹുൽ ഹമീദ്, പി യു അബ്ദുൽ ഹക്കീം, കെ ഹസൻ, അബ്ദുൽ ഖാദർ, കെ എസ് എം ഹനീഫ, എം ഇസ്മായിൽ, കെ സൈദലവി, വി പി ഇബ്രാഹിം, എം വി അമീറലി എന്നിവർ സംസാരിച്ചു. കെ എം അബ്ദുൽ ഹക്കീം സ്വാഗതവും പി എം മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്ന് ലോക ഗജദിനം. കേരളത്തിലെ ഏറ്റവും വലിയ ആന തറവാടായ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ തലയെടുപ്പുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. 36 ആനകളാണ് ഇപ്പോൾ പുന്നത്തൂർ കോട്ടയിലുള്ളത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആനസങ്കേതമാണ് ഗുരുവായൂർ പുന്നത്തൂർ കോട്ട. ആനപ്രേമികളുടെ തീർത്ഥാടന കേന്ദ്രം. എത്ര കണ്ടാലും മതിവരാത്ത ഒന്നാണ് ആനകൾ. ആഴമേറിയ നിരവധി ആനക്കഥകളുടെ ചരിത്രവുമുണ്ട് ഈ കോട്ടയിൽ. ഉണ്ണിക്കണ്ണൻ്റെ സന്തത സഹചാരികളായ ആനകളാണ് ഇവിടെ അധിവസിക്കുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന നാട്ടാന വളർത്തൽ കേന്ദ്രം കൂടിയാണിത്. സന്ദർശകർക്ക് ആനക്കോട്ടയിൽ കയറി ആനകളെ ആവോളം കണ്ട് ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും കഴിയും. ആദ്യഘട്ടത്തിൽ 66 ആനകളാണ് പുന്നത്തൂർ കോട്ടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആനകളെ നടയിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ എണ്ണം കുറഞ്ഞു. പ്രായാധിക്യത്താലും അസുഖങ്ങളാലും ആനകൾ ചരിഞ്ഞതോടെ ഇപ്പോൾ 36 ആനകളായി ചുരുങ്ങി. വർഷം തോറും സുഖചികിത്സ നൽകുന്ന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗജപരിപാലന പരിപാടി ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. കൃത്യമായ ഭക്ഷണം, വെള്ളം, മദപ്പാട് കാലത്തെ നിരീക്ഷണം ഉൾപ്പെടെ ആനകളെ ശാസ്ത്രീയമായാണ് ഇവിടെ പരിപാലിക്കുന്നത്. വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ആനകളുടെ ആരോഗ്യ പരിപാലനം. ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായി ആചരിക്കുന്ന ഈ ലോക ഗജദിനത്തിൽ കേരളത്തിൻ്റെ തലയെടുപ്പായ ആനപ്പെരുമയുടെ മഹിമയും ഏറുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷൊർണൂരിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭയുടെ സ്പിൽ ഓവർ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. അവസാനഘട്ട വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മദർ വെറോണിക്ക ഓഡിറ്റോറിയം ഉദ്ഘാടനം നടന്നു. അപ്പോസ്തലിക്ക കാർമൽ എഡ്യൂക്കേഷണൽ ഏജൻസി പ്രൊവിൻഷ്യൽ സുപ്പീരിയറും കോർപ്പറേറ്റ് മാനേജറുമായ സിസ്റ്റർ മരിയ ജസീന ഉദ്ഘാടനം ചെയ്തു. ഒരു പങ്കുവെക്കലിൻ്റെ ഒരു കാലത്തായിരുന്നു. അന്നൊരുമിച്ച് പ്ലാറ്റിനം ജൂബിലിയൊക്കെ ആഘോഷിച്ച്, ഇവിടെ ടീച്ചേഴ്സിനൊക്കെ അറിയാം, നമ്മൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു റാലിയൊക്കെ ഉണ്ടായിരുന്നു. ആ റാലിയിൽ ഒരു കുട്ടി കൊമ്പനുണ്ടായിരുന്നു. കൊമ്പനാണ്, കുഞ്ഞ് അപ്പോൾ നമ്മുടെ ഒപ്പം നടന്നു വരികയാണ്. ഈ ആനക്കുട്ടി ഇങ്ങനെ കുറേ വികൃതികളൊക്കെ കാണിച്ച് കാണുന്ന മരത്തിൻ്റെ കൊമ്പൊക്കെ അടിച്ച് നമ്മളോടൊപ്പം ഒരുമിച്ച് നടന്ന ഒരു നല്ല ഷൊർണൂരിൻ്റെ കാലം അതെപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഡി സിമി സ്വാഗതം പറഞ്ഞു. മുൻ പി ടി എ പ്രസിഡന്റ് എം ആർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോസ്തലിക് കാർമൽ എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി സിസ്റ്റർ മറിയ റസി അലക്സ് ആശീർവാദ പ്രഭാഷണം നടത്തി. റിട്ടയർഡ് പ്രിൻസിപ്പൽമാരെയും സ്റ്റാഫുകളെയും ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ ഹസീന അഷറഫ്, PNNM ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ മന്നത്ത്, സിസ്റ്റർ സുധീര, രൂപ ജോർജ്, സിസ്റ്റർ മറിയ റെജി, സിസ്റ്റർ മറിയ ബെല്ല, സിസ്റ്റർ ജസ്സ, സെന്റ് തെരേസ് LP സ്കൂൾ പ്രധാനാധ്യാപിക രാജി വർഗീസ്, മദർ PTA ഭാരവാഹി ധന്യ, PTA വൈസ് പ്രസിഡന്റ് M പ്രദീപ്, സ്മിത ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഓഡിറ്റോറിയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. 1998 മുതൽ 2025 വരെയുള്ള ബാച്ചുകളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടന്നു. മാനേജ്മെന്റ് പ്രതിനിധി കെ ചന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ വിനീത അധ്യക്ഷയായിരുന്നു.
രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് സ്കൂൾ തല പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചത്. LKG, UKG കുട്ടികൾക്ക് അനുയോജ്യമായ വിവിധ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ ഒരുക്കി. സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി പ്രത്യേക ശില്പശാലയും സംഘടിപ്പിച്ചു. കുട്ടികളുടെ പഠന രീതികൾ, പ്രവർത്തനാധിഷ്ഠിത പഠനം, ഗൃഹാന്തരീക്ഷത്തിൽ ഗണിത പഠനത്തെ രസകരമാക്കാനുള്ള മാർഗങ്ങൾ എന്നിവ വിശദീകരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണികുളം പുലാച്ചിത്ര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടന്നു. കഴിഞ്ഞ ദിവസം മഹാഗണപതി ഹോമം, ഭഗവത് സേവയും ഉണ്ടായിരുന്നു. തന്ത്രി പ്രവീൺ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 15-ന് രാമായണ പാരായണ മത്സരവും രാമായണ കഥ ആസ്പദമാക്കി പുലാച്ചിത്ര വനിതാവേദി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഉണ്ടാകും. KSKD ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി VS അച്യുതാനന്ദനെ അനുസ്മരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം VK ചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. MIA റസാഖ് അധ്യക്ഷനായിരുന്നു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, K ഗംഗാധരൻ, C വിജയൻ, C ഗിരിജ, M സുബ്രഹ്മണ്യൻ, K രാധാകൃഷ്ണൻ, M സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും എന്ന തോതിൽ തന്നെയാണ് ജനം ഒത്തുകൂടി നിന്നത്. BS-നോടൊപ്പം പാർട്ടിയിൽ, കർഷകത്തൊഴിലാളി മൂവ്മെൻറ്റിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പാർട്ടിയുടെ നേതാവും സംഘടനയുടെ നേതാവും ഒക്കെ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹം വന്ന് സംസാരിക്കുന്ന പ്രസംഗങ്ങളും എല്ലാം കേട്ടുകൊണ്ട് അത് മനസ്സിൽ കരുതിയ സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടനവധി ആളുകൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതാണ്ട് BS-നേക്കാൾ അല്പം പ്രായം കുറഞ്ഞവർ ആയിട്ടുള്ള ആളുകളാണ് അവിടെ BS-നെ അവസാനമായി കാണാൻ വേണ്ടി വന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ റീ ഇലക്ഷൻ നടത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ലോക്സഭാ മണ്ഡലത്തിൽ 60,000-ഓളം വ്യാജ വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമെന്നും V ശിവൻകുട്ടി. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ വ്യാപകമെന്ന ആരോപണവുമായി BJPയും രംഗത്ത്. പൈങ്കുളത്ത് ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഒളിവിൽ പോയ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ജാമ്യത്തിലിറങ്ങി ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പീഡനക്കേസ് പ്രതി ബാലകൃഷ്ണൻ. പ്രതി ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ചത് ഇന്നു രാവിലെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ KSSBU. 2024 മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ യൂണിയൻ ധർണ. ഇന്ന് ലോക ഗജദിനം. ആനക്കാഴ്ചയുടെ തലയെടുപ്പുമായി ഗുരുവായൂർ പുന്നത്തൂർ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാട്ടിലുള്ളത് 36 ആനകൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.